വെൽക്കം ബാക്ക് ടു നച്ചുമാസ് വേൾഡ്. നച്ചുമാസ് വേൾഡിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളെ എല്ലാവരും കൂടെ ഓട്ടോയിൽ തിങ്ങിഞ്ഞിരുങ്ങിയിരുന്ന ക്ഷേത്ര സന്ദർശനമാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇത് ആറന്മുള ക്ഷേത്രമാണ്. നമ്മൾ ആക്ച്വലി മണ്ണാർശാലയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി കോഴഞ്ചേരി ആറന്മുള ആ ഒരു വഴി കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആറന്മുളയും കൂടെ കയറാം നമുക്ക്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണത്തിന് മുമ്പാണ് ലാസ്റ്റ് വന്നത്, അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് അകത്ത് കയറി തൊഴുത് ഇറങ്ങി. അപ്പോൾ വാവച്ചിയും ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ്. വാവച്ചിക്ക് സ്ഥലങ്ങളും എനിക്കൊന്നും വളരെ ഇഷ്ടപ്പെട്ടു. വാവച്ചി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കീഴ്ക്കാവിലൊക്കെ തൊഴുതു. അത്യാവശ്യം തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ, ഭയങ്കരമായ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി പോകുന്നത് മണ്ണാർശാലയ്ക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഹരിപ്പാട് ക്ഷേത്രത്തിലും കൂടെ കയറുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളായി ഹരിപ്പാടും വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൊല്ലമായി, ഒരു കൊല്ലത്തിൽ അടുത്തായിട്ടുണ്ട് നമ്മളിവിടെ എത്തിയിട്ട്. അപ്പോൾ ദേ അകത്ത് കയറി തൊഴുത് ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് നേരെ വാവച്ചി മയിലിനെ കാണാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ടായിരുന്നു. അപ്പം മയിലിനെ കാണാൻ വേണ്ടി ഓടിയപ്പോൾ ഈ ആദ്യത്തെ കൂട്ടിക്കിടക്കുന്ന മയിലിന് ഒരു കാലേ ഉള്ളൂ കേട്ടോ. അത് സൂം ചെയ്ത് കാണാൻ അത്രയധികം പറ്റില്ല, ഒരു ഇരുട്ടാണ് അതിനകത്തെല്ലാം. ഇപ്പോൾ നല്ല പീലിയുള്ള മയിലുകളൊന്നുമില്ല, എല്ലാം കുഞ്ഞു മയിലുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ മണ്ണാർശാല എത്തി. അപ്പോൾ ഇതുവഴിത്തെ കാവിനകത്തൂടെയൊക്കെ നടന്നപ്പോൾ പണ്ടത്തെ ആ ഒരു കാവ് എന്നുള്ള ഒരു എഫക്റ്റ് മാറി. ഇപ്പോൾ ഈ കാവിനകം നിറയെ വെയിലൊക്കെ അടിക്കാൻ തുടങ്ങി. കാരണം കാറ്റത്തും മഴയത്തും ഒക്കെ ഇവിടുത്തെ മരങ്ങൾ കുറേയൊക്കെ വീണു. അപ്പോൾ ആ വീണതിനെല്ലാം വെട്ടി ചെറുതാക്കി നിർത്തിയിരിക്കുന്നത് കൊണ്ട് നല്ല കാടിൻ്റെ ആ ഒരു ഫീല് മാറി കുറച്ച് തെളിഞ്ഞ ഫീലായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നല്ല രീതിക്ക് തൊഴുത് വഴിപാടുകളൊക്കെ ചെയ്തു. ഇതേ കുളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആമയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ എല്ലാ പ്രാവശ്യവും വന്ന് തൊഴുത് പോകും. കാരണം ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലായിരുന്നപ്പോഴും നമുക്ക് പെട്ടെന്ന് വന്ന് തൊഴുതിട്ട് പോകും എന്നുള്ളതേ ഉള്ളായിരുന്നു. ഇവിടുത്തെ അന്നദാനം പണ്ട് എപ്പോഴോ കഴിച്ചിട്ടുണ്ട്, അതെനിക്ക് ശരിക്കും ഓർമ്മ പോലും ഇല്ല. അപ്പോൾ ഇന്നെന്തായാലും വന്നതല്ലേ, നമുക്ക് അന്നദാനം കൂടെ കഴിച്ചിട്ട് പോകാം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ നേരത്തെ പോകുന്നത്. അപ്പോൾ തിരിച്ച് നടന്നപ്പോഴൊക്കെ ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുൾ കാട് കയറി കിടന്ന ഒരു സ്ഥലം ഫുള്ളിപ്പോൾ തെളിഞ്ഞൊരവസ്ഥ. അത് കാരണം നല്ല വെയിലുമാണ്, ഇവിടെ നിൽക്കാൻ പറ്റാത്ത പോലെ നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂവിന് അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ അന്നദാനത്തിന് ക്യൂ നിന്നു. അവിടുന്ന് ചോറ് കഴിച്ചു. ഇനി വാവച്ചി കാത്തിരുന്ന ഒരു ടൈമാണ്. കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങി നല്ല സ്പീഡിൽ പോയി. ഇതിപ്പോൾ കാണുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. അവിടെ നേരെ നമ്മളെത്തിയത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ മീൻ കുളത്തിൽ, ആ ഒരു കുളത്തിലെ മീനുകൾക്കെല്ലാം കൂടെ ഫുഡ് കഴിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും ആ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. നിറയെ മീനുകളും ആമയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലില്ലാത്ത ഒരു സ്ഥലമായിരുന്നു അമ്പലപ്പുഴ. നേരെ ഇനി ചങ്ങനാശ്ശേരിക്ക് പോകുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, അമ്മ ഇത്രയും നാളായിട്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കയറിയിട്ടില്ലെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിന്ന് അങ്ങനെ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി. എന്ത് ഭാഗ്യമാണ് എന്നെനിക്കറിയത്തില്ല, ഞാൻ ഇത്രയും നാൾ വന്നതിൽ ഏറ്റവും നന്നായിട്ട് തൊഴാൻ പറ്റിയതും ഏറ്റവും നന്നായിട്ട് കണ്ണനെ കണ്ടതും ഒക്കെ ഇന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട്. പാൽപ്പായസം കിട്ടിയില്ല, അതിന് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു, ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ കണ്ടു. അപ്പുറത്ത് വെള്ളമെല്ലാം കയറി നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ തെങ്ങുകളും ആ ഒരു ആകാശവും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിടത്തൊക്കെ ഞാൻ കുറേ വീഡിയോസ് എടുത്തു. ചക്കളത്തിൻ്റെ അവിടെ നിന്ന് ഡീവിയേഷൻ എടുത്ത് കിടങ്ങറ റോഡ് വഴി ചങ്ങനാശ്ശേരി NSSൻ്റെ അവിടെ ചെല്ലുന്ന വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ദേ ഗരുഡാഗിരി ഷാപ്പ് ദൂരെ കണ്ടു. ഇവിടെ നമ്മൾ വരുമ്പോൾ വാവച്ചിക്ക് ആദ്യമായിട്ട് വരുമ്പോൾ വാവച്ചിക്ക് 1 മാസം പ്രായമാണ്. വാവച്ചിയുടെ ഫസ്റ്റ് ഷാപ്പ് എന്ന് പറയണം ഗരുഡാഗിരി. അന്ന് എൻ്റെ ബ്രദറും ഒക്കെ ആയിട്ട് നമ്മളെന്തോ ഹോസ്പിറ്റലിൽ പോകാൻ വന്നിട്ട് ആ വഴിക്ക് വന്നതാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ച് ഒന്നും കൂടെ ഒന്ന് കളക്ട് ചെയ്തെടുത്തു. കാറ്റിനൊപ്പം ഓളം തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വെള്ളത്തിനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഇവിടുന്ന് ബൈ പറയുകയാണ് നിങ്ങളോട്. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഇവിടുന്ന് ചങ്ങനാശ്ശേരി ടൂർ ആണ്, അതാണ് ഇനി അടുത്ത പ്ലാനിങ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.